ബി ജെ പിയെയും ആർ എസ് എസിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇന്ത്യ ലൈവിലുണ്ട്. പ്രിയപ്പെട്ട ആ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഞാൻ നിങ്ങളെ ആദ്യമേ ഒരു കാർട്ടൂൺ കാണിക്കാം. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വന്ന കാർട്ടൂണാണ്. നോക്കൂ, കാർട്ടൂൺ ലൈൻ ഓഫ് കൺട്രോൾ എന്ന പേരിൽ സന്ദീപ് അദ്വൈരു വരയ്ക്കുന്ന വിഖ്യാതമായ ഒരു കാർട്ടൂൺ കോളമാണ് TOI ലൈൻ ഓഫ് കൺട്രോൾ. ആ കാർട്ടൂൺ നോക്കൂ, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ട് പേർ നിൽക്കുന്നു, കുറേ സാധനങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നു, കുറേ കെട്ടിടങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നു. അപ്പോൾ അതിനടുത്ത് ക്യാമറയൊക്കെ തൂക്കി ഒരു വിനോദസഞ്ചാരി വന്ന് നിൽക്കുന്നു. അയാളോട് നാട്ടുകാരൻ അല്ലെങ്കിൽ ഗൈഡ് പറയുന്നു, അയാളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയാണ്, നോ നോ നോട്ട് ഏൻഷ്യൻ റൂയിൻസ്, ഇത് പഴയ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളല്ല, ദിസ് ഈസ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ സമ്പ്രദായം. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ സംവിധാനമാകെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നാണ് ഈ കാർട്ടൂൺ പറയുന്നത്. ഇപ്പോൾ നീറ്റ് പരീക്ഷ നടക്കാൻ പോവുകയാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പുനഃപരീക്ഷയാണ്. വിമാനത്തിൽ സൈന്യത്തിൻ്റെ സഹായത്തോടെ പരീക്ഷാ പേപ്പറുകൾ എത്തിക്കുന്നു. അങ്ങനെ CBSE പരീക്ഷയുടെ വിവാദം കഴിഞ്ഞു. പാറ്റ പാർട്ടി ഉണ്ടാവുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നു. എങ്ങനെയാണ് ഈ സംവിധാനത്തിൽ നിന്ന് ഇങ്ങനെ പരീക്ഷാ പേപ്പറുകൾ ചോർന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നു. യുവാക്കൾ പ്രതിഷേധത്തിലാണ്. ഏതാണ്ട് 2 കോടിയോളം ആളുകളെ, വിദ്യാർത്ഥികളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടെ 2 കോടിയോളം ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഈ ചെറുപ്പക്കാർ മഹാഭൂരിപക്ഷവും നരേന്ദ്രമോദി എന്നുള്ള കരിസ്മാറ്റിക് ആയിട്ടുള്ള നേതാവിൻ്റെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ പ്രധാനമന്ത്രിയുടെ ആരാധകരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിൽ പരീക്ഷാ സംവിധാനം ഞങ്ങളുടെ ഭാവിയാകെ നശിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ആധിയും വിഷമവും പേറുന്നവരാണ് ഈ ചെറുപ്പക്കാർ, അവരുടെ കുടുംബക്കാർ. മാത്രമല്ല, രാഹുൽ ഗാന്ധി പറയുന്നു അടുത്ത 1 വർഷത്തിനകം കേന്ദ്ര സർക്കാർ വീഴുമെന്ന് പറയുന്നു. അപ്പോൾ വല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ അണിയറയിൽ ഒഴുങ്ങുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ആകെ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ മുഴുവൻ എതിരാവണം. ചെറുപ്പക്കാർ എതിരാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ കുടുംബങ്ങൾ എതിരാവും. അങ്ങനെ രാജ്യത്തെ ഒരു നല്ല ശതമാനം ആളുകളെ, പ്രത്യേകിച്ച് അർബൻ പോപ്പുലേഷൻ, നഗരങ്ങളിലുള്ള ആളുകൾ വലിയ തോതിൽ BJPയെ പിന്തുണയ്ക്കുന്ന, മോദിയെ പിന്തുണയ്ക്കുന്നവരാണ്. അവർക്കിടയിൽ കൂടി ഒരു അതൃപ്തി ഉണ്ടാക്കുക എന്നൊരു അജണ്ട ജോർജ് സോറോസിൻ്റെയോ അതല്ലെങ്കിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഒരു വീഡിയോ ഒരു 2-3 ആഴ്ച മുമ്പ് ചെയ്തു, മോദിക്ക് പിഴയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. സാംസ്കാരിക മേഖല, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഒരുപാട് ആളുകളെ നേരിട്ട് ബാധിക്കും. ആളുകളുടെ പ്രതിഷേധം ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് പോലെ, ആഗ്രഹിക്കുന്ന പോലെ ഒരു ജൻസി കലാപത്തിന് പോലും കാരണമാക്കാവുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള പത്രം ഈ കാർട്ടൂൺ വരച്ചിരിക്കുന്നത് ഗൗരവത്തിലെടുക്കണം. അതൊരു ചിരിക്കാനുള്ള കാർട്ടൂണല്ല. അതിനകത്ത് മറ്റേ ആ വിഗ്രഹത്തിൻ്റെ ചിത്രമുണ്ട്. NCERT പാഠപുസ്തകത്തിൽ നഗ്നചിത്രം പാടില്ല എന്ന് പറഞ്ഞിട്ട് കറുപ്പ് പൂശിയ വിവാദം ഉണ്ടായല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഞാനിത് പറയാൻ വന്നത്, ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, ഇന്നലെ മുതൽ വന്നു തുടങ്ങിയിട്ടുള്ള വാർത്തയാണ്, ഒഡീഷയിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ സംഭവിച്ചൊരു കാര്യം. നമുക്കറിയാം, ഐസക് ന്യൂട്ടൺ, ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ തലയിൽ ആപ്പിൾ വീണ ആ ബ്രിട്ടീഷുകാരൻ. അയാൾ ജനിച്ചത് 1643-ലാണ്. 1727 ന്യൂട്ടൺ മരിച്ചുപോയി. 1903 ഡിസംബർ മാസത്തിലാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത്. ഒഡീഷയിലെ പാഠപുസ്തകത്തിൽ ന്യൂട്ടൻ്റെ പടം കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ന്യൂട്ടൻ ഒരു പൈലറ്റായിരുന്നു. ഐസക് ന്യൂട്ടൻ 1727 മരിച്ച് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1903 ആദ്യത്തെ വിമാനം റൈറ്റ് സഹോദരന്മാർ ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങളിൽ അടിച്ചു വച്ചിരിക്കുന്നു. BJP ഭരിക്കുന്ന മോഹൻ ചരൺ മാജി മുഖ്യമന്ത്രിയായി BJD എന്ന് പറയുന്ന നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയെ തോൽപ്പിച്ച് ആദ്യമായിട്ട് BJP ഇപ്പോൾ അധികാരത്തിൽ വന്നതേ ഉള്ളൂ. ആ സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഇറക്കിയിരിക്കുന്ന 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണം, 1678 തെറ്റുകളാണ്. ഒന്നല്ല, രണ്ടല്ല, 100 1000 1678 തെറ്റുകൾ. ആ തെറ്റുകളുടെ ഒരു രസകരമായ കാര്യം, രസകരം എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പുള്ള വാക്കല്ല, എന്തായാലും ഞാൻ പറയുകയാണ്. കർണാടക നിയമസഭാ മന്ദിരത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് ഒഡീഷ നിയമസഭാ മന്ദിരം. ഒഡീഷയിലെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന പാഠപുസ്തകത്തിൽ ഒഡീഷയിലെ നിയമസഭാ മന്ദിരത്തിന് പകരം വെച്ചിരിക്കുന്ന കർണാടകയിലെ വിധാൻസഭ. ഹംപി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഹംപിയുടെ പടം കൊടുത്തിട്ട് ഇത് കൊണാർക്കിലെ, ഒറീസയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ആണെന്ന് പടം കൊടുത്തിരിക്കുന്നു. സയൻസ് പഠിപ്പിക്കുന്ന ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ കാര്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, തിയറികളൊക്കെ തെറ്റായി കൊടുത്തിരിക്കുന്നു. എന്തിന്? ഒഡീഷയിലെ ഗഞ്ചാം ജില്ലയിലെ ഒരു ടൗണാണ് ബർഹാപൂർ. അതൊരു ജില്ലയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പാഠപുസ്തകം തയ്യാറാക്കുന്നത് വിദ്യാഭ്യാസ വിദഗ്ധരായ ആളുകളുടെ ഒരു സമിതി ചേർന്നിട്ട് അവർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു, അത് വായിക്കുന്നു, അത് അപ്രൂവ് ചെയ്യുന്നു, പിന്നീട് DTP എടുക്കുന്നു, പേജ് സെറ്റ് ചെയ്യുന്നു, പ്രൂഫ് നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പുസ്തകം അച്ചടിക്കുന്നത്. 1 മുതൽ 8 ക്ലാസ്സുകളിലായി ഏതാണ്ട് 68 ലക്ഷം കുട്ടികളാണ് ഒഡീഷയിൽ പഠിക്കുന്നത്. അവരുടെ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ, സ്കൂൾ 18-ാം തീയതി ജൂൺ 18-നാണ് സ്കൂൾ തുറക്കുന്നത്. അതിനു മുമ്പ് പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി. മുമ്പ് അങ്ങനെ ശീലം ഉണ്ടായിരുന്നില്ല ഒഡീഷയിൽ. പുസ്തകങ്ങളൊക്കെ സ്കൂൾ തുറന്നാലും കിട്ടില്ലായിരുന്നു. പക്ഷേ BJP സർക്കാർ എന്ത് ചെയ്തു? പുസ്തകങ്ങളൊക്കെ നേരത്തെ തയ്യാറാക്കാൻ തീരുമാനിച്ചു. പുസ്തകങ്ങളൊക്കെ റെഡിയായി. കുട്ടികൾ സ്കൂളിൽ എത്തുമ്പോഴേക്കും കൈകളിലെത്തിക്കാൻ വേണ്ടിയിട്ട് 68 ലക്ഷം കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി വിവിധ വിഷയങ്ങളിൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ അച്ചടിച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കി അച്ചടിച്ചു. ആ പുസ്തകങ്ങളിൽ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മാത്രം നിങ്ങൾ ഞെട്ടരുത്, 705 തെറ്റുകളാണ്. 705 തെറ്റുകൾ. അപ്പോൾ ഈ പുസ്തകം തയ്യാറാക്കിയതാരാ? അത് വായിച്ച് അംഗീകരിച്ചതാരാ? അതിൻ്റെ പ്രൂഫ് നോക്കിയതാരാ? ഇതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് അല്ല. ഒരു സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ പക്കലേക്ക് എത്തുന്ന പാഠപുസ്തകം ഒരു തെറ്റ്, ഒരക്ഷര തെറ്റ് അതുപോലും വരാൻ പാടില്ല. കാരണം കുട്ടികളുടെ മനസ്സിൽ ഉറച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ പാഠപുസ്തകത്തിൽ വരുന്നത്. പക്ഷേ ഒരു സംസ്ഥാനത്തെ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങളിൽ തെറ്റുകളുടെ ഘോഷയാത്ര. 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മാത്രം 705 തെറ്റുകൾ വന്നത് സ്വാഭാവികമാണ്, പിശകാണ്, അബദ്ധമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒഡീഷയിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് സർക്കാരിനെതിരെ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നീറ്റ് പരീക്ഷ, CBSE പരീക്ഷ, ഇപ്പോൾ ഒഡീഷയിലെ പാഠപുസ്തകം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നു, സിലബസ് പരിഷ്കരണം നടത്തുന്നു, രാജ്യത്തെ തമസ്കരിക്കപ്പെട്ടിരുന്ന ആളുകളെയൊക്കെ, ചരിത്രത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നു. രാജ്യത്തെ ദ്രോഹിച്ച ബാബറെ പോലെ, ഔറംഗസേബിനെ പോലെയുള്ള ആളുകളെയൊക്കെ മഹത്വവൽക്കരിച്ച് ഈ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് യഥാർത്ഥ ദേശാഭിമാനികളെയും യഥാർത്ഥ രാജ്യചരിത്രവും വിദ്യാർത്ഥികളുടെ മുന്നിലെത്തിക്കുന്ന വലിയ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നു. ഇതിനെ അട്ടിമറിക്കാൻ ഓരോ സംസ്ഥാനത്തും ദേശവ്യാപകമായി നടക്കുന്ന CBSE പരീക്ഷകളിലും നീറ്റ് പോലെയുള്ള പരീക്ഷകൾ, ഇപ്പോൾ അതാ ഇഗ്നോയിൻ്റെ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു ടെലഗ്രാമിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളിൽ. അപ്പോൾ ഇതൊക്കെ വെറുതെ സംഭവിക്കുന്നതാണോ? അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലും BJP സർക്കാരിനെ, മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയും ഈ നാട്ടിലെ യുവത, ജൻസി അടക്കമുള്ളവർ സർക്കാരിൻ്റെ കൂടെയാണ് എന്ന് ബോധ്യം വരികയും ചെയ്തവർ അവരെ തന്നെ ഒരു കരുവാക്കി ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ദേശവ്യാപകമായി വിദേശ ശക്തികളുടെ സ്വാധീനത്തോടെ, സാമ്പത്തിക സഹായത്തോടെ വിദ്യാഭ്യാസ മേഖലകളിൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJPയുടെ സർക്കാർ വന്നിട്ട് കഷ്ടിച്ച് 2 വർഷത്തിൽ താഴെയായുള്ളൂ ഈ മോഹൻ ചരൺ മാജിയുടെ സർക്കാർ വന്നിട്ടെന്ന് തോന്നുന്നു. അതെ, അത്രയേ ആയിട്ടുള്ളൂ. ആ സർക്കാരിൻ്റെ ഇമേജ് മുഴുവൻ പോയി. കാരണം വിദ്യാഭ്യാസ മേഖല പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം ഭാവിയുടെ പ്രശ്നമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും അവധാനതയില്ലാതെ, സൂക്ഷ്മതയില്ലാതെ ഈ സിലബസ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴി കേൾക്കുന്നത് ആർക്കാണ്? BJPക്കാണ്, RSSനാണ്. RSS
വൽക്കരിക്കുകയാണ് നമ്മുടെ പാഠ്യപദ്ധതിയിലാകെ എന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടത്തെറ്റുകൾ വരുമ്പോൾ ഇതാണ് RSSകാർ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്ന് വ്യാഖ്യാനിക്കില്ലേ? നിങ്ങൾ തമിഴ്നാട്ടിലെ കാര്യം പറയണം. തമിഴ്നാട്ടിൽ ആരെങ്കിലും കരുതിയോ ജോസഫ് വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന്? എല്ലാവരും അകണ്യ കൂടി തട്ടി. സംഗീതീയമായുള്ള അയാളുടെ ഡിവോഴ്സ് കേസും ആ തൃശയുമായിട്ടുള്ള ബന്ധവും ഒക്കെ ചർച്ച ചെയ്തതോടുകൂടി വിജയ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? എൻ്റെ ചില സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? കുട്ടികൾ, ചെറുപ്പക്കാർ, അവർ അവരുടെ വീട്ടുകളിൽ സമരമിരുന്നു. മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇക്കാലം അത്രയും DMKക്കും ADMKക്കും അല്ലെങ്കിൽ BJPക്കൊക്കെ വോട്ട് ചെയ്തവരാണ്. ഇത്തവണ ഒറ്റത്തവണ ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇത്തവണ വിജയ്ക്ക് വോട്ട് ചെയ്യണം, ഇളയ ദളപതിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടുത്തെ ചെറുപ്പക്കാർ സമ്മർദ്ദം ചെലുത്തി മാതാപിതാക്കളെ കൊണ്ട്, ബന്ധുക്കളെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു. അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നില്ല, അതൊരു ഇമോഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു വൈകാരിക പ്രവർത്തനമായിരുന്നു. ആ വൈകാരിക പ്രവർത്തനത്തിൻ്റെ ഫലമായി കൂറ്റൻ ഭൂരിപക്ഷത്തോടെ എന്ത് വേണമെങ്കിൽ പറയാം അല്ലേ, അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ DMK ADMK കേഡർ സ്വഭാവമുള്ള പാർട്ടികളൊക്കെ തകർന്നുപോയി. പിന്നീട് ഭൂരിപക്ഷം തയ്ക്കാൻ വേണ്ടി CPMൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ സഹായം തേടി വന്നുവെങ്കിലും ഒരു പാർട്ടി ജനിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ നേടുന്ന ഒരു കൂറ്റൻ വിജയം തന്നെയാണ് നേടിയവർ അധികാരത്തിൽ വന്നു. ആരും സ്വപ്നം കണ്ടില്ല. ഇതൊരു സ്ട്രാറ്റജിയാണ്. ചെറുപ്പക്കാരെ കൂട്ടുക, ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ കരിയർ നശിപ്പിച്ച ഒരു സർക്കാർ വേണ്ട എന്ന് ചെറുപ്പക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൽ അവരുടെ ബന്ധുക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സുഹൃത്തുക്കൾ അതിന് വഴങ്ങിയാൽ ഈ രാജ്യത്ത് ഒരു വലിയ അട്ടിമറി നടക്കും. അതിനുവേണ്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു വലിയ പ്ലോട്ട്, ഒരു ഗൂഢാലോചന തയ്യാറാവുകയല്ല, അത് ആരംഭിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഒഡീഷയിലെ പാഠപുസ്തകങ്ങളിലെ ഈ വലിയ തോതിലുള്ള 1678 തെറ്റുകൾ. 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മാത്രം 705 തെറ്റുകൾ. സ്വാഭാവികമല്ല, പെശകല്ല, അട്ടിമറിക്കുള്ള കരുക്കൾ നീങ്ങിയിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജാഗ്രത ഏറ്റവും കൂടുതൽ വേണ്ടുന്നൊരു സമയമാണിത്. കാരണം ഈ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരു സർക്കാർ, രാജ്യത്തിൻ്റെ ഭാവി, രാജ്യത്തിൻ്റെ യശസ്, രാജ്യത്തിൻ്റെ ഖ്യാതി എല്ലാം വാനോളം ഉയർത്തിയ ഒരു സർക്കാർ, ഈ രാജ്യം ഇന്നോളം കാണാത്ത വലിയ തോതിലുള്ള വികസന സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്ന ഒരു സർക്കാർ. ആ സർക്കാരിനെ അട്ടിമറിക്കാൻ, സർവോപരി രാജ്യത്തെ ഇസ്ലാം വൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പൈതൃകം വീണ്ടെടുക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലായി, ഓരോ വിഷയങ്ങളിലായി നടക്കുകയാണ്. അതെല്ലാം യൂത്ത് സെൻട്രിക്കാണ്. യുവാക്കളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഒഡീഷയിലെ പാഠപുസ്തകങ്ങൾ. നാളെ മുതൽ ആളുകൾ ട്രോളാൻ തുടങ്ങും. കണ്ടില്ലേ നിങ്ങളുടെ സംഘികളുടെ സർക്കാരിൻ്റെ പുസ്തകത്തിൽ ന്യൂട്ടൺ പൈലറ്റാണെന്ന്? ഇങ്ങനെയുള്ള ട്രോളുകൾ വരാൻ പോവാണ്. ഇത് കണ്ടിട്ട് ഒരുപക്ഷെ നമ്മളും ചിരിക്കും. ഈ കാർട്ടൂൺ ഓർമ്മിക്കണം. അതായത് ഇന്ത്യയിൽ വരുന്ന വിദേശ സഞ്ചാരിയോട് പറയും, നോട്ട് ഏൻഷ്യൻ്റ് റൂയിൻസ്, പഴയ കാലത്തിൻ്റെ അവശിഷ്ടങ്ങളല്ല, ഈ തകർന്നു കിടക്കുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ടെങ്കിൽ അപകടം അധികം ദൂരത്തല്ലാതായ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും ഭയം വേണ്ട, ജാഗ്രത മതി. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് വലിയ ദീർഘവീക്ഷണമുള്ള, വലിയ പദ്ധതികളുള്ള, അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള ആളുകളാണ്. അവർ ഇതെല്ലാം തിരിച്ചറിയും. നമ്മൾ അവരോടൊപ്പം തന്നെ ജാഗ്രതയുള്ളവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലൈവ് മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് തന്നെ IND എന്നുള്ള ഇന്ത്യ ലീഗിൻ്റെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ അമർത്താം. എനിക്കൊന്നുകൂടെ പറയാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് 2 ചാനൽ കൂടിയുണ്ട് കേട്ടോ. C4N എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ശൈശവ ദിശയിലാണ്, ന്യൂസ്, വാർത്തകൾ കൂടുതലായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ്. അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. C4N. പിന്നെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ
ഒരു പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പുണ്യം ബൈ ഇന്ത്യ ലൈവ്. ആധ്യാത്മിക കാര്യങ്ങൾ, സാംസ്കാരിക കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസം, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനലാണ്. പുണ്യവും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇന്ത്യ ലൈവ് കുടുംബത്തെ സഹായിക്കണം, കൂടെ ഉണ്ടാവണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് ഉറപ്പ് തരുന്നു.